കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ബി ആരംഭിച്ചു കഴിഞ്ഞത്. പരമ്പരാഗതമായി തിരഞ്ഞെടുപ്പ് രീതികളിൽ നിന്ന് മാറി കൃത്യമായ ഡേറ്റ വിശകലനത്തിലൂടെയും ജനപ്രിയ മുഖങ്ങളെ അണിനിരത്തിയും കേരളത്തിൽ ഭരണം പിടിക്കുകയോ അല്ലെങ്കിൽ നിർണായകമായ ശക്തിയാവുകയോ ചെയ്യുക എന്നതാണ് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതത്തെ അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളെ തരം തിരിച്ച് നേരത്തെ തന്നെ കളം നിറയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മണ്ഡലങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ ക്ലാസ് മണ്ഡലങ്ങളാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 40,000-ന് മുകളിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ 9 മണ്ഡലങ്ങളിലാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഈ മണ്ഡലത്തിൽ ശരിയായ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാൽ വിജയം ഉറപ്പാണെന്ന് പാർട്ടി കരുതുന്നു. 30,000 മുതൽ 40,000 വരെ വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളെയും എ ക്ലാസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 34 മണ്ഡലങ്ങളിൽ കേന്ദ്രീകൃതമായി പ്രവർത്തനം നടത്തിയാൽ കേരളത്തിലെ നിയമസഭയിൽ ബിജെപിക്ക് വലിയ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് ഇന്റേണൽ സർവേകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരവും തൃശൂരുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയ ഊർജ്ജം നിയമസഭയിലും പ്രതിഫലിപ്പിക്കാനാണ് പാർട്ടിയുടെ ശ്രമം. സിനിമയിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ ഇടം പിടിച്ച സുരേഷ് ഗോപിയാണ് ഇത്തവണത്തെ ബി തന്ത്രങ്ങളുടെ പ്രധാന ശില്പികളിൽ ഒരാൾ.